വിജയ് ആവട്ടെ പേനോണ്ട് കുറിച്ചെടുക്കുന്ന അദ്ദേഹം നോട്ട് എഴുതുന്നതാണോ അല്ല തൃഷ വിജയ് എന്ന് പേരെഴുതിയിട്ട് വെട്ടിക്കളിക്കുന്നതാണോ എന്നൊക്കെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് ഇന്ത്യൻ സംസ്ഥാനം, കേരളം ഉൾപ്പെടെ മറ്റേത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹിന്ദുയിസത്തിൻ്റെ റൂട്ട് പോയി കഴിഞ്ഞാൽ അതെപ്പോഴും ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിരിക്കും. ഇത് അവിടെ ക്രിസ്തുവിന് മുമ്പ് തന്നെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ശൈവധാരയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭക്തി ട്രഡീഷൻ തന്നെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തമിഴ് ഭാഷയിലുള്ള ഹിന്ദു സ്ക്രിപ്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കീഴ്ജാതിക്കാരായ ആളുകളായും കൂടുതൽ അതിൽ എഴുതുന്നുണ്ടാവുക. ഭജൻസ് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ അതെല്ലാം എഴുതുന്നത് കീഴ്ജാതിക്കാരാണ്. അപ്പോൾ ഇങ്ങനൊരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് അവിടുത്തെ ദ്രാവിഡ പൊളിറ്റിക്സ്. അവിടെ നിന്നാണ് അവർ മനുസ്മൃതിക്കെതിരെയും സനാതന ധർമ്മത്തിനെതിരെയും സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആർക്കറിയില്ല, വിജയ്ക്ക് അറിയില്ല നിർബന്ധമല്ല. അത് ഒരു സിനിമ നടനാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ആ കാര്യത്തിലില്ല. ടി വിക്ക് നേരിടുന്നൊരു പ്രശ്നം അതൊരു ടെക്നോക്രാറ്റുകളുടെ ഒരു മന്ത്രിസഭ തന്നെ ടെക്നോക്രാറ്റുകളാണ്. MBBS, PhD, എഞ്ചിനീയർമാർ, ലോയേഴ്സ്, അതിലാകെ രാഷ്ട്രീയക്കാരൻ, ഒരു സീസണൽ പൊളിറ്റീഷ്യൻ എന്ന് പറയാവുന്നത് AIDMK എന്ന് പറഞ്ഞൊരു KS ചെങ്കോട്ടയ്യൻ, അത് തന്നെ 87 വയസ്സ് മറ്റുണ്ട്. അത്രയും പ്രായമുള്ള പലവട്ടം മന്ത്രിയായിരുന്നു. അതിൽ ഭരണപരിചയമുണ്ടെന്ന് പറയുന്ന ഒരേ ഒരാളെ അയാൾ മാത്രമാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലല്ല വിവാദം. സ്റ്റാലിനെ തോപ്പിച്ച ആൾ DMKയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മുസ്തഫ മന്ത്രിയായോന്ന് എനിക്കറിയില്ല. സ്റ്റാലിനല്ല, മറ്റേ ഇങ്ങനെ ആളാണ്. അയാൾ ഇതിൽ അഭിപ്രായം പറഞ്ഞത്. ഈ മുസ്തഫയുടെ ഏതോ ഒരു ഈ ഉത്തരേന്ത്യൻ വാർത്ത ചോദിച്ചതിനെ പറ്റി എന്താ അഭിപ്രായം? ഞങ്ങളും സനാതനധർമ്മം റാഡിക്കേറ്റ് ഇറങ്ങി, ഞങ്ങളും അതിൻ്റെ ഓറയാണെന്നുള്ളൂ. അതാണ് വിവാദമായിട്ടുള്ളത്. ഈ യാദവ് അർജുന ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മുസ്തഫ പറഞ്ഞതാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തമിഴ്നാട്ടിലേക്കാൾ കൂടുതൽ വിവാദം ഉത്തരേന്ത്യയിലാണ്. തമിഴ്നാട്ടിൽ അതൊരു വിവാദമേ അല്ല. അതൊരു എന്താണ് BJP അണ്ണാമല എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ, അണ്ണാമല വാർത്താ സമ്മേളനം നടത്തിയെന്നല്ലാതെ തമിഴ്നാട്ടിൽ അതൊരു പ്രശ്നമേ അല്ല. പ്രശ്നം ഉത്തരേന്ത്യയിലാണ്. വീണ്ടും സനാതനധർമ്മം തുറച്ചു വെക്കാൻ പോകുന്നുള്ള വാദമാണ്. പക്ഷേ ഇത് ശരിക്കും TV ക്ക് നേരിടുന്നൊരു ക്രൈസിസ് തന്നെയാണ്. കാരണം അവർക്കത് വിശദീകരിക്കാൻ പറ്റിയ ആളുകളില്ല. അവർ ടെക്നോക്രാറ്റുകളുണ്ട്, പക്ഷേ ഐഡിയോലോഗ്സ് ഇല്ല. ഇത് പറയാൻ പറ്റിയ ഇത് വിശദീകരിക്കാൻ പറ്റിയ ആളുകളില്ല. ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഭിഭാഷകരും ഒക്കെ ഉണ്ട് എന്ന് കരുതി ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ആ സ്വന്തം പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി വിശദീകരിക്കാൻ ആളില്ല. വിജയ് ആവട്ടെ പേനോണ്ട് കുറിച്ചെടുക്കുന്ന അദ്ദേഹം നോട്ട് എഴുതുന്നതാണോ അല്ല തൃഷ വിജയ് എന്ന് പേരെഴുതിയിട്ട് വെട്ടിക്കളിക്കുന്നതാണോ എന്നൊക്കെ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TVKയുടെ ഒരു യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഫ്ലോ ടെസ്റ്റ് എന്ന് പറയാം ഈ വിഷയം. പക്ഷെ അത് തമിഴ്നാട്ടിൽ അത്ര പ്രശ്നമാവാൻ സാധ്യത കുറവാണ്.